പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് നമ്മളോട് വിട പറഞ്ഞു പോയി എന്ന ഒരു വാർത്തയാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്. അള്ളാഹു ഉസ്താദിൻ്റെ ദറജ വാനോളം ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമ്മൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഉസ്താദിൻ്റെ ജനാസ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും ഉസ്താദിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, അല്ലേ? അതെന്താ കാരണം? ഉസ്താദിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു ഉണ്ടായത് കൊണ്ടാണ്. ഉസ്താദിൻ്റെ ജീവിത ശൈലി അങ്ങനെ ആയതുകൊണ്ടാണ്. പടച്ചോനെ പേടിച്ച് ജീവിച്ചത് കൊണ്ടാണ്. നിങ്ങൾക്കറിയോ, കറുകറുത്ത നീഗ്രോ അടിമ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യ എന്ത് ചെയ്തു എന്നറിയോ? അടിമയാക്കിയിട്ട് കഷ്ടപ്പെടുത്തി. അബൂബക്കർ തങ്ങൾ ആ ബിലാൽ തങ്ങളെ ഒന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമയ്യയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഉമയ്യ ബിലാൽ തങ്ങൾക്ക് വില പറഞ്ഞത് 100 സ്വർണ്ണ നാണയാണ്. അബൂബക്കർ തങ്ങൾ അത് എടുത്തണു കൊടുത്തിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യയുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പോൾ ഉമയ്യ പറഞ്ഞൊരു മറുപടി ഉണ്ട്: അബൂബക്കറെ, നിനക്കെന്താ ഭ്രാന്താണോ? നിനക്കെന്താ ബുദ്ധിയില്ലേ? ഈ അബൂബക്കർ തങ്ങൾക്കെന്താ വട്ടായോ എന്ന്. ഈ കറുകറുത്ത നീഗ്രോ അടിമക്ക് 100 സ്വർണ്ണ നാണയത്തിന് വാങ്ങിക്കൊണ്ടുപോവാൻ അബൂബക്കർ തങ്ങൾക്ക് വട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞു: ഉമയ്യ, നിങ്ങൾ ഈ ബിലാലിന് 100 സ്വർണ്ണ നാണയത്തിൻ്റെ മുകളിൽ വില പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അതും തന്നിട്ട് ഈ ബിലാലിനെ ഈ അബൂബക്കർ മോചിപ്പിക്കുമായിരുന്നു എന്ന്. കാരണം ഈ ബിലാൽ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അതുകൊണ്ടാണല്ലോ കുപ്പായമിടാത്ത കറുകറുത്ത ശരീരത്തിലേക്ക് കരിമ്പാറക്കല്ല് കയറ്റി വെച്ചപ്പോൾ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് ബിലാലിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിൽ നിന്ന് മറുപടി വന്നത്. അള്ളാഹു പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ സിംഹാസനത്തിനിരിക്കാനേ എൻ്റെ ആകാശമോ എൻ്റെ ഭൂമിയോ മതിയാവൂല. പിന്നെ എവിടെ ഞാൻ ഇരിക്കുക നിങ്ങൾക്കറിയോ? ഖൽബുൽ മുഅ്മിനി അർശുള്ള, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഇരിക്കാൻ വിശാലമാണെന്ന് അള്ളാഹു പറയുന്നതായി റസൂലുള്ള പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിനെ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാക്കാൻ നോക്കിക്കൊള്ളി, നമുക്ക് ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും.